നന്ദു ഇസബെല്ലയും എവിടെയാണെന്ന് അറിഞ്ഞ അടുത്ത നിമിഷം ഞാൻ അവിടെ എത്തും. എങ്കിൽ ദേവിക ഹോം സ്റ്റേയിലോട്ട് ചെല്ലേ. അവര് രണ്ടുപേരും അവിടെ ഉണ്ട്. എന്റെ ഈ യാത്ര ആ ഫയൽ വീണ്ടെടുക്കാനുള്ള യാത്രയാ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ സുഖബോധീവിൽ ദേവിക ഞെട്ടിക്കുന്ന സത്യങ്ങൾ അറിയുന്ന നിമിഷം. അതേ കൂട്ടുകാരെ, ദേവികനെ കാണാൻ ചന്ദ്രമതി വരികയാണ്. എന്നിട്ട് ചന്ദ്രമതിയോടൊപ്പം ദേവിക പറയുന്നുണ്ട്, നന്ദൻ എവിടെയാണെങ്കിലും, നന്ദൻ ഇസബെല്ല എവിടെയാണെങ്കിലും അതറിഞ്ഞാൽ ആ നിമിഷം ഞാൻ അവരെ പോയി കയ്യോടെ പിടികൂടും എന്ന് പറയുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ദേവിക ഞാൻ പറയുന്ന റിസോർട്ടിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതിക്ക് തലേദിവസം രാത്രി കിട്ടിയ വീഡിയോ. ഇത് കണ്ട ദേവിക ഞെട്ടി വിറച്ചിട്ടല്ല, ഞെട്ടി കാലിപ്പടങ്ങാനാവാതെ വണ്ടിയിൽ അങ്ങോട്ടേക്ക്, അതായത് ആ റിസോർട്ടിലേക്ക് വെച്ച് പിടിപ്പിക്കുന്ന ദൃശ്യങ്ങളാട്ടോ കൂട്ടുകാർ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. ഇനി അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ പൊട്ടിത്തെറികളാകും സംഭവിക്കാൻ പോകുന്നത്, ദേവിക നന്ദനെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം അല്ലെ. നന്ദന്റെ കർണത്തിട്ടൊന്ന് പൊട്ടിച്ചാലും സാരില്ല ദേവിക, അതൊക്കെ ചെയ്യണം അല്ലേ. കാത്തിരിക്കട്ടെ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.